നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19 കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സൗദി ജയിലുകളിൽ കഴിയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് തടവിലാക്കപ്പെട്ട തടവുകാരെ വിട്ടയക്കുവാൻ സൽമാൻ രാജാവ് ഉത്തരവിട്ടു. സൽമാൻ രാജാവിന്റെ ഉത്തരവ് നീതിന്യായ മന്ത്രി ഷെയ്ഖ് ഡോക്ടർ വലീദ് ബിൻ അഹമ്മദ് അൽ സആനിയാണ് പുറത്തറിയിച്ചത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉള്ള സ്വകാര്യ അവകാശ കേസുകളിൽ പുതിയ ഉത്തരവുകൾ കോടതി ഉടനെ ഇറക്കരുതെന്നും ഇതിൽ വ്യക്തമായി പറയുന്നു. അതുമാത്രമല്ല, നിലവിലുള്ള കോടതി വിധികൾ നടപ്പിലാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇവരെ ഉടൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കും. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകി കഴിഞ്ഞു. സാമ്പത്തിക കേസുകളിൽ നേരിട്ടും ജാമ്യം മറ്റുള്ളവർക്കായി നിന്നും മലയാളികൾ അടക്കം നിരവധി പേരാണ് ജയിലുകളിൽ കഴിയുന്നത്. ഇവർക്കെല്ലാം വലിയ ആശ്വാസമാകുന്നത് തന്നെയാണ് സൽമാൻ രാജാവിന്റെ ഈ ഉത്തരവ്. അതുപോലെ തന്നെ ഒമാനിലും വിവിധ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്ന 600ഓളം തടവുകാർക്ക് ഒമാൻ ഭരണാധികാരിയായ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്ദ് പൊതുമാപ്പ് നൽകിയിരിക്കുന്നു. പൊതുമാപ്പ് ലഭിച്ചവരിൽ 336 പേർ വിദേശികളും ആണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യം വിട്ടുപോകുന്നതിനായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുവാൻ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അനസ് അൽ സഹേല ആവശ്യപ്പെടുകയും ചെയ്തു. താമസ കുടിയേറ്റ നിയമ ലംഘകർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ രാജ്യം വിട്ടുപോകുന്നതിനായുള്ള പൊതുമാപ്പ് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയാണ് നൽകുക. പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതോടുകൂടി രാജ്യവ്യാപകമായി കർശന പരിശോധന നടത്തുന്നതിനും പിടിയിൽ ആകുന്നവരെ ശിക്ഷയും പിഴയും തുടർന്ന് പിന്നീട് ഒരിക്കലും മടങ്ങി വരാനാകാത്ത വിധം നാട് കടത്തുമെന്നുള്ളതാണ് തീരുമാനം. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന താമസ നിയമലംഘകർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ 2 പുതിയ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ കൂടി ജിലേബിൽ തുറന്നു കഴിഞ്ഞു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ ഏപ്രിൽ 11 മുതൽ 15 വരെയാണെന്നുള്ളതും പ്രത്യേകത. എന്നാൽ പൊതുമാപ്പ് കാലാവധി ഏപ്രിൽ 30 അവസാനിക്കുന്നതിന് മുമ്പായി ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ പോകാൻ കഴിയുമെന്ന വലിയ ഉത്കണ്ഠയിലാണ് പൊതുമാപ്പ് കാത്തിരിക്കുന്ന നൂറുകണക്കിന് പ്രവാസികൾ, അതിൽ പ്രത്യേകിച്ച് മലയാളികൾ. എന്നാൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് സഹായവുമായി നിരവധി സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. കുവൈറ്റിലെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രവർത്തകർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവരെ നേരിട്ട് സമീപിച്ചു ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള എമർജൻസി യാത്രാരേഖകൾ പൂർത്തിയാക്കി അപേക്ഷകരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാവുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.